വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാഗരികതകൾ ഉണ്ടായിട്ടുള്ളത്. വെള്ളമുള്ള പ്രദേശങ്ങൾ, അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അവിടെ കൃഷി നടത്തുകയും അവരുടെ കാലികളെ മേയ്ക്കുകയും ചെയ്തുകൊണ്ട് ഓരോ നാഗരികതയുടെ ചരിത്രം പഠിക്കുമ്പോഴും അങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മക്ക എന്ന പ്രദേശം കൂറ്റൻ പാറക്കുന്നുകൾ നിറഞ്ഞ താഴ്വരയാണ്. അവിടെ വെള്ളമില്ല, ഊഷരഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശം. മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജറിനെയും അവിടെ ചെന്നാക്കണമെന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുള്ള റബ്ബിൻ്റെ കൽപ്പനയാണ്. അങ്ങനെയാണ് ആ പിതാവ് പാലുകുടിക്കുന്ന ആ പ്രായത്തിലുള്ള ചെറിയ പൈതലിനെയും തൻ്റെ ഇണയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കയിലേക്ക് എത്തുന്നത്. വലൈസ ബിമക്കത്ത യൗമഇദിൻ അഹദുൻ. അന്ന് മക്കയിൽ ഒരാളും തന്നെയില്ല. വലൈസ ബിഹ മാഉൻ. അവിടെ വെള്ളമില്ല, കടിക്കാൻ പാകത്തിനുള്ള ചെടികളോ കായ്ക്കനികളോ ഒന്നും അവിടെയില്ല. ആ പിതാവിൻ്റെ കയ്യിൽ ഒരല്പം തമ്രുണ്ട്, ഈത്തപ്പഴമുണ്ട്. തോൽപാത്രത്തിൽ കുറച്ചു വെള്ളമുണ്ട്. ആ തമ്രും വെള്ളവും തൻ്റെ ഇണയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു മടങ്ങുകയാണ്. ഭാര്യ ഹാജർ പിറകെ ചെന്നുകൊണ്ട് വിളിക്കുന്നു, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, ഐന തദ്ഹബു വതത്റകുനാ ബിഹാദൽ വാദി. ഈ താഴ്വരയിൽ ഞങ്ങളെ തനിച്ചാക്കി, ഞങ്ങളെ ഉപേക്ഷിച്ച് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈ. ആവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കാൻ ഒരു മനുഷ്യൻ ഇവിടെയില്ല. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണോ? മറുപടി പറയാതെ തിരിച്ചു നടക്കുന്ന പ്രിയതമനോട് അവർ വീണ്ടും ചോദിക്കുന്നത്, ആ അല്ലാ അല്ലദീ അമറക ബിഹാദാ യാ ഇബ്രാഹിം. ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണോ? ഇബ്രാഹിം, റബ്ബ് കൽപ്പിച്ചതുകൊണ്ടാണോ ഇങ്ങനെ നിങ്ങൾ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി, നഅം, അതെ, റബ്ബിൻ്റെ മറുപടി, റബ്ബിൻ്റെ തീരുമാനമാണ്. ഖാലത്ത് ഇദൻ ലാ യുദയ്യഅനാ. ആ റബ്ബ് ഞങ്ങളെ കൈവിടുകയില്ല. സുമ്മ റജഅത്. അവർ മടങ്ങി വന്നു. റബ്ബിൻ്റെ കൽപ്പനയാണെന്നറിഞ്ഞപ്പോൾ പിന്നീട് സങ്കടങ്ങളില്ല, പിന്നീട് ആവലാതികളില്ല, പിന്നീട് മറ്റു പ്രയാസങ്ങളില്ല. റബ്ബിൻ്റെ കൽപ്പനയാണെങ്കിൽ ആ റബ്ബ് ഞങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസവുമായി അവർ തിരിച്ചു നടക്കുന്നു. മക്കയിൽ അവരൊറ്റക്കാണ്. ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഈത്തപ്പഴം കഴിഞ്ഞു, അവരുടെ കൈകളിലുള്ള വെള്ളം കഴിഞ്ഞു. കുഞ്ഞ് പാല് കുടിക്കുന്ന പ്രായമാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കൊച്ചു ഇസ്മായിൽ കരയുന്നുണ്ട്. ഉമ്മ ആ കുഞ്ഞിനെ നിലത്ത് കിടത്തി വെള്ളം തേടി അലയുകയാണ്. എവിടേക്കാണ് ഓടേണ്ടത് എന്നറിയില്ല, എവിടെ ചെന്നാൽ വെള്ളം കിട്ടുമെന്നറിയില്ല. സൊഫയുടെ മുകളിലേക്ക് കയറി നോക്കുന്നു. ഏതെങ്കിലും ഒരു യാത്രാ സംഘം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് സൊഫയുടെ മുകളിലേക്ക് എത്തുന്നത്. ആരെയും കാണുന്നില്ല. താഴേക്കിറങ്ങുന്നു. അടുത്ത കുന്നിൻ്റെ മുകളിലേക്ക് അവർ കയറുന്നു. ആ ഭാഗത്ത് നിന്ന് ഇനി വല്ല യാത്രാ സംഘവും. 7 തവണ വേഗത്തിൽ ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ താഴെ വെച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വരുമ്പോൾ തിരിച്ച്
ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഓടിയെത്തും. അവർ ക്ഷീണിതയാണ്, അങ്ങേയറ്റത്തെ ചൂട് അവരുടെ ശരീരത്തിലേൽക്കുന്നുണ്ട്. ആകാശത്തിനും ചൂടാണ്, അവരോടുന്ന മണ്ണിനും ചൂടാണ്. അപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ഉമ്മ ഓടി ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് എത്തുന്നു. കൊച്ചു ഇസ്മായിലിൻ്റെ അരികിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ടിരിക്കുന്നു. ഏതൊരു റബ്ബിലാണോ വരമേൽപ്പിച്ചത്, ആ റബ്ബ് കൈയൊടിഞ്ഞിട്ടില്ല. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. ജിബ്രീൽ ചിറക് കൊണ്ട് ഭൂമിയിലടിക്കുകയും ആ ജിബ്രീൽ എവിടെയാണോ ചിറക് കൊണ്ടടിച്ചത് അവിടെ നിന്ന് ഒരു ഉറവ പുറപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് സംസം ഉണ്ടാകുന്നത്. വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, അത് നിൽക്കണം. ആ ഉമ്മ പറഞ്ഞു, സം അടങ്ങ്, മതി എന്ന അർത്ഥത്തിൽ ആ ഉമ്മ പറഞ്ഞു. അങ്ങനെയാണ് സംസം എന്ന പേര് ആ ബറക്കത്തുള്ള വെള്ളത്തിന് ലഭിക്കുന്നത്. മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളമാണ് സംസം. ഒരുപാട് പ്രത്യേകതകൾ സംസമിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യർഹമുല്ലാഹു ഉമ്മ ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ. അവർ ആ വെള്ളത്തെ കെട്ടി നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ലകാന സംസമു ഐനൻ മഈന, അതൊരു ഒഴുകുന്ന നദിയാകുമായിരുന്നു. അത് നിർത്താതെ ഒഴുകുന്ന ഒരു നദിയായി തീരുമായിരുന്നു. പിന്നീട് നാഗരികതയുണ്ടായി, മക്ക എന്ന ദേശമുണ്ടായി, തീർത്ഥാടകർ അവിടെ കൊഴുകുന്ന മനോഹരമായ സാഹചര്യങ്ങളുണ്ടായി. സംസം വറ്റിയ സാഹചര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. സംസം വറ്റിയിട്ടുണ്ട്. വെള്ളപ്പൊക്കമുണ്ടായി. മക്കയുടെ ചരിത്രത്തിൽ സംസം കാണാതായ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. സംസം തീരെ ലഭിക്കാതിരുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്തിലാണ് അബ്ദുൽ മുത്തലിബും മകൻ ഹാരിസും, അന്ന് മറ്റു മക്കളില്ല, മൂത്ത മകൻ ഹാരിസ് മാത്രമാണുള്ളത്. ആ ഹാരിസും അബ്ദുൽ മുത്തലിബും ചേർന്നുകൊണ്ടാണ് വീണ്ടും സംസം കുടിച്ചെടുക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംസമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, സംസം എന്നുള്ളത് ബറക്കത്തുള്ള വെള്ളമാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല മക്കയിലേക്ക് എത്തി. ദിവസങ്ങൾ മക്കയിൽ കഴിഞ്ഞു. മറ്റു ഭക്ഷണങ്ങൾ അദ്ദേഹത്തിനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനെ കണ്ട് ചോദിക്കുന്നു, മതാ കുൻത ഹഉനാ, എപ്പോഴാണ് ഇവിടെ എത്തിയത്, എങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ റസൂലുള്ളാഹി ചോദിച്ചറിയുകയാണ്. അദ്ദേഹം പറയുന്നു, ഖദ് കുൻതു ഹഉനാ മുൻദു 30 ബൈന ലൈലത്തിൻ വയൗമിൻ, 30 ദിവസങ്ങളായി, 30 ദിവസമായി മക്കയിലുണ്ട്. ഫമൻ കാന യുത്ഇമുക്, ആരാണ് നിങ്ങളെ ഭക്ഷിപ്പിച്ചത്? 30 ദിവസം ഇവിടെ കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? അബൂദർ റളിയല്ലാഹു തന്റെ മറുപടി, മാ കാന ലി തുആമുൻ ഇല്ലാ മാഉ സംസം, സംസം അല്ലാത്തൊരു ഭക്ഷണവും ഈ 30 ദിവസത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ആരും വിളിച്ചു കൊണ്ടുപോയിട്ടുമില്ല, ആരും ഭക്ഷണം നൽകിയിട്ടുമില്ല. 30 ദിവസത്തിലെ എൻ്റെ ഭക്ഷണം മാഉ സംസം, സംസമു മാത്രമാണ്. വേറെ തംറോ ഖുബ്സോ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫസമിൻതു ഹത്താ തകസ്സറത് ഉഖനു ബത്നി, സംസം കുടിച്ച് 30 ദിവസം വെള്ളം മാത്രം കുടിച്ച് മെലിഞ്ഞുണങ്ങി എന്നല്ല. നബിയെ, ഇനി എന്തെങ്കിലും കിട്ടുമെങ്കിൽ തരണം, വിശന്നിരിക്കുകയാണ് എന്നല്ല. 30 ദിവസം സംസം കുടിച്ചു. അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ തടിച്ചു, എൻ്റെ ശരീരം തടിച്ചു, എൻ്റെ വയറിൽ മടക്ക് വീണു. തടിച്ച് വയറിൽ മടക്ക് വീഴുന്ന രൂപത്തിലേക്ക് എത്തി. അള്ളാഹുവിൻ്റെ റസൂലേ, വിശപ്പ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിന് ഈമാൻ കൂടെ വേണം. സംസം കുടിച്ച് അതിൻ്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ അത് കിട്ടുമോ
അല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമുണ്ടോ എന്നൊരു സംശയത്തിലല്ല, ഈമാനോടുകൂടെ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ മുബാറകത്തുൻ, അത് അനുഗ്രഹീതമായ വെള്ളമാണ്. സംസം ബറക്കത്തുള്ളതാണ്. ഇന്നഹാ തുആമു തുഅം, ഭക്ഷിക്കുന്നവർക്കത് ഭക്ഷണമാണ്. നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ, നിങ്ങളുടെ പട്ടിണി മാറ്റാൻ സംസം മതിയാകും. ഏറ്റവും ഖൈറായ വെള്ളമാണ് സംസം. ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർള് മാഉ സംസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളം സംസമാണ്. ഫീഹി തുആമും മിനത് തുഅം വശിഫാഉം മിനസ് സുഖം. ഭക്ഷണത്തിനത് ഭക്ഷണമാണ്, രോഗത്തിനത് ശമനമാണ്. അതിൽ ശിഫയുണ്ട്, രോഗത്തിൽ ശിഫയുണ്ട്. സ്വഹാബാക്കൾ അവർ രോഗം മാറുന്നതിന് വേണ്ടി സംസം കുടിച്ചിട്ടുണ്ട്, അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. എത്രയോ സലഫുകളുടെ ചരിത്രങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. മഹാനായ അബൂ ജംറ, അദ്ദേഹം ഇബ്നു അബ്ബാസിന്റെ മജ്ലിസിലാണ്. കുൻതു ഉജാലിസു ഇബ്നു അബ്ബാസിൻ ബിമക്ക, മക്കയിൽ ഇബ്നു അബ്ബാസിന്റെ മജ്ലിസിൽ അബൂ ജംറ കഴിയുകയാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഫഅഖത്തനി ഹുമ്മ, എനിക്ക് നല്ല പനിയുണ്ട്, നല്ല പനിയോടുകൂടെയാണ് ഇബ്നു അബ്ബാസിന്റെ മജ്ലിസിൽ ഞാൻ ഇരിക്കുന്നത്. എനിക്ക് പനിയുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് അറിഞ്ഞു. ഫഖാൽ, ഇബ്നു അബ്ബാസ് എന്നോട് പറഞ്ഞു, അബ്രിദ്ഹാ, നീ തണുപ്പിക്കുക, ബിമാഇ സംസം, സംസം കൊണ്ട്, ആ സംസം കൊണ്ട് നിന്റെ പനിയെ നീ തണുപ്പിക്കുക. പനിച്ചപ്പോൾ സ്വഹാബികൾ, നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ, അവർ സംസം കുടിച്ചിട്ടുണ്ട്, അതിൽ ശിഫ ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മുടെ മുൻഗാമികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അവരാഗ്രഹിക്കുന്നത് സംസം കുടിച്ചുകൊണ്ട് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഉ സംസമ ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണോ ഒരാൾ സംസം കുടിക്കുന്നത്, സംസം അതിനുള്ളതാണ്. എന്താണോ നമ്മുടെ ആഗ്രഹം, എന്താണോ നമുക്ക് ചോദിക്കാനുള്ളത്, സംസം കുടിച്ചുകൊണ്ട് അത് ചോദിക്കാം. രോഗം മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, നല്ല വിജ്ഞാനത്തിന് വേണ്ടി, നല്ല ഹിഫ്ളിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് സംസം കുടിച്ചുകൊണ്ട് ചോദിക്കാം. നമ്മുടെ മുൻഗാമികളിൽ ഇൽമു ചോദിച്ചവരുണ്ട്, സംസം കുടിച്ചുകൊണ്ട് അറിവിനെ ചോദിച്ചവരുണ്ട്. സംസം കുടിച്ച് അല്ലാഹുവേ ഇൽമു നൽകണേ എന്ന് പ്രാർത്ഥിച്ച മുൻഗാമികളുണ്ട്. മഹാനായ ഇബ്നു ഖുസൈമ അദ്ദേഹത്തോട് ചോദിച്ചു, മിൻ ഐന ഊതീതൽ ഇൽം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിജ്ഞാനം ലഭിച്ചത്, ഇൽം എങ്ങനെയാണ് ലഭിച്ചത്? നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊന്നിനാണോ സംസം, അത് സംസം കുടിച്ചാൽ ലഭിക്കുമെന്ന റസൂലുള്ളാഹിയുടെ ഹദീസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വ ഇന്നി ലമ്മാ ശരിബ്തുഹു സഅൽതുല്ലാഹ ഇൽമൻ നാഫിഅ, സംസം കുടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇൽമുൻ നാഫി ആണ്. സംസം കുടിച്ച് അള്ളാഹുവിനോട് ഇൽമുൻ നാഫിഅ ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് ഇൽമു ലഭിച്ചത് എന്ന് മഹാനായ ഇബ്നു ഖുസൈമ റഹ്മഹുല്ലാ. മഹാനായ ഇബ്നു ഹജർ അദ്ദേഹം സംസം കുടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത്, ഇമാം ദഹബിയെ പോലെ ഹിഫ്ള് ലഭിക്കണേ, ഓർമ്മശക്തിയാണ് ചോദിച്ചത്. ചരിത്രത്തിൽ ഇമാം ദഹബിയോളം പോന്ന, അല്ലെങ്കിൽ ഇമാം ദഹബിയേക്കാൾ ഹിഫ്ളുള്ള പണ്ഡിതനായി ഇബ്നു ഹജർ റഹ്മഹുല്ല മാറി. സംസം കൊണ്ട് അനുഗ്രഹീതരായവർ ഇസ്ലാമിക ചരിത്രത്തിൽ എമ്പാടുമുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ ആളുകൾ സംസം കൊണ്ടുവരുന്നു. അത് അനുഗ്രഹീതമായ വെള്ളമാണെന്നറിയാം. പക്ഷേ സലഫുകൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഇൽമിനു വേണ്ടി, ഹിഫ്ളിനു വേണ്ടി, നമ്മുടെ രോഗശമനത്തിനു വേണ്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? പല ആളുകൾക്കും അത് പരിഹാസമാണ്. എന്ത് സംസം?
സംസമിനെ പരിഹസിക്കുന്നവർ. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ആയത മാ ബൈനനാ വബൈനൽ മുനാഫിഖീൻ അന്നഹു ലാ യതളല്ലഊന മിൻ സംസം. മുനാഫിക്കിന്റെയും മുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം, മുനാഫിക്ക് ഒരിക്കലും സംസം കൊണ്ട് വയറ് നിറക്കില്ല. മുനാഫിക്കിന് സംസമിന് വലിയ പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല. റസൂലുള്ളാഹി ഹജ്ജിന്റെ വേളയിൽ, ഉംറയുടെ വേളയിൽ തവാഫ് കഴിഞ്ഞ് വെള്ളം കുടിച്ചു, അതുകൊണ്ട് കുടിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതുമില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ മറ്റു ബറക്കത്തുകളോ മറ്റു പ്രത്യേകതകളോ അതൊന്നും അവർ വകവെക്കുന്നില്ല. വയറ് നിറച്ച് അവർ സംസമിനെ കുടിക്കുകയില്ല. വിശ്വാസി അങ്ങനെയല്ല. അവർ സംസം വയറ് നിറച്ചു കുടിക്കും. സംസം കൊണ്ട് അവർ പ്രാർത്ഥിക്കും. അവർ രോഗശമനത്തിന് വേണ്ടി സംസം കുടിക്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു പ്രത്യേകത നൽകിയ, റസൂലുള്ളാഹി പഠിപ്പിച്ച വെള്ളമാണ് സംസം എന്നുള്ളത്. അതിനാ പ്രത്യേകത കൽപ്പിക്കുകയും ആ രൂപത്തിൽ തന്നെ അള്ളാഹു പ്രത്യേകമാക്കിയതിനെ പ്രത്യേകമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സംസമുമായി ബന്ധപ്പെട്ട ഒരു മസ്അല. സംസം കുടിക്കുമ്പോൾ നിന്നു കുടിക്കണമോ? ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് സംസം നിന്നു കുടിക്കൽ സുന്നത്താണ്. സംസം കുടിക്കുമ്പോൾ നിന്നു കുടിക്കണം, അങ്ങനെ കരുതിയ ആളുകളുണ്ട്. അതിൻ്റെ കാരണം ഹദീസുകളിൽ വന്ന പ്രയോഗമാണ്, ശരിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമൻ മിൻ സംസമ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട് സംസം കുടിച്ചു. സഖൈതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സംസമ ഫശരിബ വഹുവ ഖായിമുൻ. അല്ലാഹുവിൻ്റെ റസൂൽ ആ സംസം കുടിച്ചത് വഹുവ ഖായിം, നിന്നുകൊണ്ടാണ്. അപ്പം അതിൻ്റെ അർത്ഥം സംസം നിന്നുകൊണ്ട് കുടിക്കണം എന്നതല്ല. സംസമിന് മാത്രമായി കുടിക്കുമ്പോൾ ഒരു രീതിയില്ല. സംസമാകട്ടെ അല്ലാത്ത വെള്ളമാകട്ടെ ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നതാണ് നല്ലത്. എന്നാൽ അതിന് കഴിയാത്തൊരു സാഹചര്യം വന്നു എങ്കിൽ അയാൾക്ക് നിന്ന് കുടിക്കാം. നിന്നു കുടിക്കൽ ഹറാമല്ല, അനുവദനീയമാണ്. പ്രത്യേകിച്ച് തിരക്കുള്ള സമയമാണെങ്കിൽ, ഹജ്ജിൻ്റെ വേളയിലാണ് ഈ വന്ന ഹദീസുകളൊക്കെ വന്നിട്ടുള്ളത്. തിരക്കുള്ള ആ സമയം ഇപ്പം നിന്നുകുടിക്കൽ അനുവദനീയമാണ് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകുടിച്ചിട്ടുള്ളത്. അല്ലാതെ സംസം കുടിക്കുമ്പോൾ നിന്നുകുടിക്കൽ ഒരു പ്രത്യേക സുന്നത്ത് അങ്ങനെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. സംസമാകട്ടെ അല്ലാത്ത വെള്ളമാകട്ടെ ഇരുന്ന് കുടിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതാണ് ഏറ്റവും സുന്നത്തിനോട് യോജിച്ചത്. എന്നാൽ ഒരാൾക്ക് നിന്ന് കുടിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നിന്നു കുടിച്ചാൽ അതൊരു വൻപാപമാണെന്നോ അതൊരു ഹറാമാണെന്നോ ഒരു വലിയ തെറ്റ് ചെയ്തു എന്നോ പറയേണ്ടതില്ല. അത് അനുവദനീയമാണ് എന്നതാണ് ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സംസം നമുക്ക് കൊണ്ടുവരാം, മക്കയിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതും ശരിയല്ല. സലഫുകൾ, സ്വഹാബാക്കൾ അവർ മക്കയിൽ നിന്ന് സംസം അവരുടെ നാടുകളിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നതിന് എത്രയോ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊരു വെറും വെള്ളം ആണ് എങ്കിൽ, അല്ലെങ്കിൽ തവാഫ് കഴിഞ്ഞിട്ട് കുടിക്കൽ സുന്നത്താണ്, വേറൊരു പ്രത്യേകതയും ഇല്ല എങ്കിൽ സംസം അവിടെ നിന്ന് കൊണ്ടുവരേണ്ടതില്ല. നമ്മുടെ മുൻഗാമികൾ, സ്വഹാബാക്കൾ, അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ എത്രയോ ആളുകൾ അവരുടെ നാട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് സംസവുമായി വന്നത്
നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രത്യേകതയുള്ള, നമുക്ക് ശമനമുള്ള, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വെള്ളമാണ് സംസം. അതിൽ ബറക്കത്തുണ്ട്. അത് വിശ്വാസിയുടെ അവൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു പ്രമാണങ്ങളിൽ പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.